ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. കേരള വനഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള നിലമ്പൂരിലെ പ്രശസ്തമായ തേക്ക് മ്യൂസിയം ഹരിത ടൂറിസം കേന്ദ്രമായി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിത വിദ്യാലയങ്ങളായി തെരഞ്ഞെടുത്ത സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. നിലമ്പൂരിലെ കണക്ക് തന്നെ എടുത്താൽ എനിക്ക് തോന്നുന്നു ഈ കൗൺസിൽ അധികാരത്തിൽ വരുമ്പോൾ 6 ഹരിത കർമ്മ സേനാ പ്രവർത്തകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ആ പ്രവർത്തകരുടെ എണ്ണം എനിക്ക് തോന്നുന്നു 1000 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 50-ലധികം 77 ഹരിത കർമ്മ സേനാംഗങ്ങളിൽ നിന്ന് നിലമ്പൂരിൽ. അവരുടെ പ്രവർത്തനം വളരെ ശ്രദ്ധേയമാണ്. കാരണം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകൾ, വിദേശ വിനോദസഞ്ചാരികൾ, അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്ന് എത്തുന്ന ധാരാളം ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ, ഇവരൊക്കെ തന്നെ വലിയ തോതിൽ മാലിന്യം ശ്രദ്ധയില്ലാതെ വലിച്ചെറിയുന്ന ഒരിടമായി നമ്മുടെ നിലമ്പൂര് മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഗൂഡല്ലൂരിലേക്കുള്ള യാത്രയിൽ നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ വനപ്രദേശങ്ങളിലൊക്കെ തന്നെ പ്ലാസ്റ്റിക്കോ അതോടൊപ്പം തന്നെ മറ്റു മാലിന്യങ്ങളോ നിർമ്മാർജ്ജനം ചെയ്ത കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതിന് വലിയൊരു എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കേരളം സമ്പൂർണ്ണ മാലിന്യ മുക്തമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ എടുത്തതിന്റെ ഗുണഫലങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അനുഭവപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലാണ്. കേരളത്തെ മാതൃകാപരമായ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ വഴി സംസ്ഥാനത്തെ മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളെയും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. ശലഭോദ്യാനം, ഔഷധ ഉദ്യാനം, പച്ചത്തുരുത്ത്, കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഒരുക്കിയാണ് ഹരിത കേരളം മിഷന്റെ സഹകരണത്തോടെ KFRI തേക്ക് മ്യൂസിയം ഗ്രീൻ ഡെസ്റ്റിനേഷനാക്കിയത്. ഫെബ്രുവരി 28-നകം നഗരസഭയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും എല്ലാ ക്ലാസ് മുറികളും ഹരിത ക്ലാസ് മുറികളാക്കുകയും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്യും. എല്ലാ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കും. മാർച്ച് 31-നകം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയിൽ ആരംഭിച്ചിട്ടുണ്ട്. പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. പീച്ചിയിലെ കേരള വന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CS വാര്യർ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ TVS ജിതിൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം, PM ബഷീർ, UK ബിന്ദു, സക്കറിയ ക്നാന്തോപ്പിൽ, ഷൈജി, കേരള വനം ഗവേഷണ കേന്ദ്രം നിലമ്പൂർ സബ് സെന്റർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ E മല്ലികാർജുനസ്വാമി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വപ്നഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത. എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ, സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ടമൊരുക്കി CN ടയേഴ്സ്.